പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അന്ധകാരത്തിൻ്റെ നിഴലിലും മരണത്തിൻ്റെ മേഖലയിലും നടന്നവർക്ക് അവരിടയിൽ ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തു. ആ ദീപ്തി ഉദയം ചെയ്തതിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. നമുക്കറിയാം, ഈശോയുടെ ജനനം ഒരു പാതിരാത്രി ആയിരുന്നു. അത് സൂചിപ്പിക്കുന്നത് തന്നെ അന്ധകാരത്തിൻ്റെ നിഴൽ, അന്ധകാരത്തിൻ്റെ നടുവിൽ. മാത്രമല്ല, നല്ല തണുപ്പുള്ള ഒരു രാത്രിയിലായിരുന്നു ഈശോ ജനിക്കുക. അപ്പോൾ കൂരിരുട്ടിൻ്റെ സമയത്ത് നക്ഷത്രാരങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഇടയിൽ, ഇരുട്ടിൻ്റെ ഇടയിൽ ഒരു ദീപ്തി, ക്രിസ്തുവാകുന്ന ആ വലിയ പ്രകാശം ജനിക്കുവാനായിട്ട്, ഈ ഭൂമിയിൽ ജനിക്കുവാനായിട്ട് ഇടവരുന്നു. ഇതുപോലെ തന്നെ മനുഷ്യ ഹൃദയങ്ങളിൽ അന്ന് ജനിച്ച സമയത്ത്, ഈശോ ജനിച്ച സമയത്ത് മനുഷ്യ ഹൃദയങ്ങളിലും ചിലപ്പോഴൊക്കെ അന്ധകാരം നിറഞ്ഞു നിൽക്കുവാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുണ്ട്. ഔസേപിതാവും മാതാവും ഈശോയ്ക്ക് ജന്മം നൽകുവാനായിട്ട് പല ഇടങ്ങൾ തേടിക്കൊണ്ട് പല വാതിൽക്കൊക്കെ മുട്ടുവാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുണ്ടായി. ആ വാതിലുകളൊക്കെ കൊട്ടിയടയ്ക്കുകയാണ് അവർക്ക് മുമ്പിൽ ചെയ്തത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഹൃദയത്തിലും അന്ധകാരം നിറഞ്ഞു നിൽക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അപ്പോൾ മനുഷ്യ ഹൃദയങ്ങൾ, അതെ, അന്ധകാരം നിറഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജനിക്കുവാനായിട്ട് സാധിച്ചില്ല. ക്രിസ്തു ജനിക്കുക കാലിത്തൊഴുത്തിൽ ജനിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. ആ കാലിത്തൊഴുത്ത് ക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുക. അന്ന് കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും മനുഷ്യഹൃദയങ്ങളിൽ ഇപ്പോഴും അന്ധകാരങ്ങൾ നിറഞ്ഞു നിൽക്കുവാനൊക്കെ ആയിട്ട് ഇടവരികയാണ് ചെയ്യുക. പലതരത്തിലാണ് അന്ധകാരങ്ങൾ. നമുക്കറിയാം, വേദനിക്കുന്നവരുടെ ഒരു ഹൃദയങ്ങൾ അന്ധകാരത്തിലേക്ക് നയിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നുണ്ട്. രോഗങ്ങൾ ചിലപ്പോൾ അന്ധകാരത്തിലേക്ക് നയിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. തിന്മകൾ അന്ധകാരത്തിലേക്ക് നയിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. ഇന്ന് നമ്മുടെ കാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിന്മകളുടെ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു ലോകത്തിൽ തീർച്ചയായിട്ടും ക്രിസ്തു ജനിച്ചേ മതിയാകൂ. ആ ഒരു അന്ധകാരത്തെ നീക്കുവാനായിട്ട്, ഒരു വലിയ ദീപ്തിയായിട്ട് ക്രിസ്തു ജനിച്ചേ മതിയാകൂ. അപ്പോൾ നമ്മോട് പറയുന്നത് ഇതാണ്: എനിക്കും നിങ്ങൾക്കും ആ ക്രിസ്തുവിന് ജനിക്കുവാൻ തരത്തിൽ ഒരു അന്ധകാരമില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ഹൃദയം ആക്കി കൊടുക്കുവാൻ സാധിക്കുമോ? ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. കാരരാജകുമാരിയോടൊത്തൊന്ന് നിങ്ങൾ തലപാടി അന്നു നിങ്ങൾ തലപാടി ിന്റെ ദർശനം സാഫല്യമൻ, സർവലോകർക്കും നന്മയേകും കാരുണ്യമൻ. ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണിപിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശനം സാഫല്യമൻ, സർവലോകർക്കും നന്മയേകും കാരുണ്യമൻ. ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണിപിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂങ്ങി അണിൽ കോരിയ നാദങ്ങൾ പാടി. അവൻ പള്ളിക്കച്ചാണിഞ്ഞിട്ട് കണ്ണു ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടാടിക്കുകയാ.
സന്തോഷമുണരുകയായി കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവസ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിറഞ്ഞിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവസ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിറഞ്ഞിരുന്നു. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി മാലോകരാനന്ദമോടുണർന്നിതാ നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി മാലോകരാനന്ദമോടുണർന്നിതാ നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും. അങ്ങകലെ ആകാശത്തിൽ നവതാരം മെല്ലയുദിച്ചു, താരങ്ങൾ മിന്നിത്തെളിഞ്ഞു, സ്തുതിഗീതം പാടി നിന്നു. അങ്ങകലെ ആകാശത്തിൽ നവതാരം മെല്ലയുദിച്ചു, താരങ്ങൾ മിന്നിത്തെളിഞ്ഞു, സ്തുതിഗീതം പാടി നിന്നു. മഞ്ഞു പെയ്യും താഴ്വരെ ദേവദാരു പുത്തനും മറിയത്തിൻ മകനാലല്ലോ, ഈ സ്നേഹത്തിൻ തിരിയാലല്ലോ. ലാ 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 ലാ. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി മാലോകരാനന്ദമോടുണർന്നിതാ നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും. ഇങ്ങു താഴെ ആട്ടിയിടയ അശരീരി നാദം ശ്രമിച്ചു, ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. ഇങ്ങു താഴെ ആട്ടിയിടയ അശരീരി നാദം ശ്രമിച്ചു, ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. മഞ്ഞുപെയ്യും താഴ്വരെ ദേവദാരു പുത്തനും മറിയത്തിൻ മകനാലല്ലോ,
ഈ സ്നേഹത്തിൻ തിരിയാലല്ലോ. ലാ 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 ലാ. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി ആലോകരാനന്ദമോടുണർന്നിതാ. നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിയും. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. സമ്മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. പൊട്ടാസു പൂക്കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തിരി. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. പിന്നിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ഇന്ന് ഞാനിവിടെ എഫോസെ, അതായത് ആകാശപ്പറവുകൾ എന്ന് സ്നേഹത്തോടെ വിളിക്കും, ഈശോയുടെ കൂട്ടുകാരുടെ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. പലതരത്തിലുള്ള അന്ധകാരത്തിൻ്റെ മേഖലയിൽ നിന്ന് ആണ് ഈ മക്കൾ ഇവിടെ എത്തിച്ചേരുവാനൊക്കെ ആയിട്ട് ഇടവരുക. അലഞ്ഞ് തിരിഞ്ഞ് തെരുവിലൂടെയൊക്കെ നടന്നുകൊണ്ട് മറ്റുള്ളവരുടെ സകാരങ്ങളും അതുപോലെ തന്നെ വേദനകളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർ വേദനിപ്പിച്ചുകൊണ്ടുണ്ടായ
വേദനകളൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്ഥാപനത്തിലേക്ക് പലരും കടന്നു വരുവാനൊക്കെ ആയിട്ട് ഇടവന്നിട്ടുള്ളത്. അതുപോലെ മാനസികമായ സംഘർഷത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള അന്ധകാരങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു ആശാ കേന്ദ്രമാണ്, ഒരു ആശ്രയമാണ് FOJ അല്ലെങ്കിൽ ഈശോയുടെ കൂട്ടുകാരുടെ ഈ ഭവനം. ഇവിടെ അവർ വരുമ്പോൾ അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പതുക്കെ പതുക്കെ നന്മ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ, വചനം വായിക്കുന്നതിലൂടെ, പ്രാർത്ഥനയിലൂടെ അവർ പതുക്കെ പതുക്കെ ഈശോയെ അറിയുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അതോടൊപ്പം തന്നെ അതോടുകൂടെ അവരുടെ ഉള്ളിലെ ആ അന്ധകാരങ്ങൾ പതുക്കെ നീങ്ങിപ്പോകുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. മാത്രമല്ല അവരുടെ കഴിവുകൾ, വരയ്ക്കുവാനുള്ള കഴിവുണ്ടായിരിക്കാം, പാടുവാനുള്ള കഴിവുണ്ടായിരിക്കാം. ഇതുപോലെ അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനായിട്ടും കൂടി നമ്മൾ പരിശ്രമിക്കുന്നു. ചെറിയ ജോലികളിലൂടെ അവരുടെ ചിന്താരീതികൾ, മാനസികമായ സംഘർഷങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്നതിലൂടെ അവർക്ക് ദൈവത്തെ അനുഭവിക്കുവാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്ന ഈ മക്കൾ യഥാർത്ഥത്തിൽ ഈശോയെ അനുഭവിക്കുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ FOJ മക്കൾക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് നമ്മുടെ ഭവനങ്ങളിൽ പലതരത്തിലും അന്ധകാരത്തിൻ്റെ നിഴലായിരിക്കാൻ സാധ്യതയുണ്ട്. അവരെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടും അവരെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, അതുപോലെ അവരെ ദൈവത്തിലേക്ക് വളർത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, വിശുദ്ധ ബലിയിലൂടെ, വചനം വായിക്കുന്നതിലൂടെയൊക്കെ അവരെ ഈശോയിലേക്ക് വളർത്തുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ അന്ധകാരം ഇല്ലാതായി മാറുവാനൊക്കെ ആയിട്ട് ഇടവരുന്നു. അങ്ങനെയുള്ള ഒരു ഹൃദയവും, അങ്ങനെയുള്ള ഒരു ഭവനവും, അങ്ങനെയുള്ള ഒരു ലോകവും ആക്കിയെടുക്കുവാനായിട്ട് ഈ ഉണ്ണീശോ, ഇന്ന് നമ്മുടെ ഇടയിൽ ജനിക്കുന്ന, പുൽക്കുട്ടിൽ ജനിക്കുന്ന ആ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടുമാണ് ഈ ഒരു അന്ധകാരത്തെ നീക്കിക്കളയുവാനായിട്ട് ഉപകരണങ്ങളായിട്ട് മാറുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കും വേദനിക്കുന്നവരെ തള്ളിക്കളയാതെ അവരെ കൂടെ പിടിക്കുന്നവരായിട്ട് മാറുവാൻ, അവരോട് പക്ഷം ചേരുന്നവരായിട്ട് മാറിക്കൊണ്ട് നമുക്ക് കഴിയാവുന്ന തരത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പ്രോത്സാഹനമായിട്ടോ ഒക്കെ അവരെ സഹായിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകാരവും നീങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലെ അന്ധകാരം നീങ്ങുവാനായിട്ട് ഇടവരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ്, അതെ, നമ്മളുടെ ഉള്ളിൽ ആ ഈശോ അന്ധകാരമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഒരു വലിയൊരു പ്രകാശമായിട്ട്, വലിയൊരു ദീപ്തിയായിട്ട് ഈ വർഷം ഉദയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ.